പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം പിറന്നാൾ. കോൺഗ്രസിന്റെ പ്രതാപകാലത്തിനപ്പുറം രാജ്യത്ത് രൂപപ്പെട്ട രാഷ്ട്രീയ കാലാവസ്ഥയിൽ പകരക്കാരനില്ലാത്ത നേതൃത്വമാണ് മോദി. ഒരു ദശകത്തിലേറെയായി അനിഷേധ്യനായി തുടരുന്ന നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും സുസ്ഥിരമായ രാജ്യ നേതൃത്വമാണ്. നാനാതരം വിയോജിപ്പുകൾ നേരിടുമ്പോഴും നേതൃമികവിലും പ്രഭാവത്തിലും സമകാലിക ഇന്ത്യയിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത തലപ്പൊക്കമുള്ള നേതാവാണ് നരേന്ദ്രമോദി. ആദ്യം RD ഗുജറാത്തിലെ നരമേധങ്ങളുടെ പുരോഹിതനെന്ന് വിമർശിക്കപ്പെട്ട നേതാവ്, 2.5 പതിറ്റാണ്ടിനിപ്പുറം ജനസംഖ്യ 145 കോടി പിന്നിട്ട ഒരു മഹാരാഷ്ട്രത്തെ ലോകമഹാഭൂപടത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി. വൈരുദ്ധ്യത്തിന്റെ ഈ ദ്വന്ദ്ങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതവും അതിസാഹസികവുമായിരുന്നു നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ രാഷ്ട്രീയ യാത്ര. പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് RSSനൊപ്പമായിരുന്നു മോദിയുടെ പൊതുജീവിതത്തിന് തുടക്കം. പിൻപറ്റിയ പ്രത്യയശാസ്ത്രത്തിലെ അചഞ്ചലമായ വിശ്വാസവും അസാധാരണ ആത്മവിശ്വാസവും 2001 ഗുജറാത്തിന്റെ ഭരണസാരഥ്യത്തോളം മോദിയെ കൊണ്ടുചെന്നെത്തിച്ചു. 90കളിൽ ഗീതാപ്രസും ടെലിവിഷൻ രാമായണവും ദേവാലയ ധ്വംസനങ്ങളും ശിലാന്യാസത്തിന്റെ രാഷ്ട്രീയ പർവ്വങ്ങളും ഉഴുതുമറിച്ചിട്ട ഹിന്ദുത്വ പ്രൊജക്ടിന്റെ പാതയിലൂടെ 2000 ആണ്ടുകളുടെ ആദ്യപാദത്തിൽ അധികാര ദുഷിപ്പുകൾക്കെതിരെ ജനത പൊട്ടിത്തെറിച്ച സമര തീക്ഷ്ണ ഘട്ടം രൂപപ്പെടുത്തിയ ഇടനാഴി താണ്ടി മോദി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അധികാരത്തിന്റെ രഥചക്രം ഉരുട്ടി. 2014 പാർലമെന്റിന് മുന്നിൽ തലകുമ്പിട്ട് കയറി ആ സംഭവ ബഹുല യാത്ര പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. എല്ലാ വിയോജിപ്പുകൾക്കിടയിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പകരക്കാരനില്ലാത്ത പ്രതിഭാസമായി മോദി ഇപ്പോഴും തുടരുന്നു. RD ന്യൂസ് മലയാളം. രാജ്യത്തെ പുതിയൊരു ക്രമത്തിലേക്ക് നയിച്ച നയമാറ്റങ്ങളുടെയും തീരുമാനങ്ങളുടെയും കാലമായിരുന്നു നരേന്ദ്രമോദിയുടെ കാലം എന്ന് ഓർക്കും. നോട്ടു നിരോധനം, GST, സർജിക്കൽ സ്ട്രൈക്ക്, പൗരത്വ ഭേദഗതി നിയമം, കശ്മീർ പുനഃക്രമീകരണം, അയോധ്യയിലെ രാമക്ഷേത്രം, പുതിയ പാർലമെന്റ് മന്ദിരം, ചെങ്കോൽ സ്ഥാപനം, ഓപ്പറേഷൻ സിന്ദൂർ. ഒരേ സമയം വാനോളം വാഴ്ത്തും നിശിത വിമർശനവും കിട്ടിയ രാഷ്ട്രീയ നേതാവാണ്. രാജ്യസുരക്ഷയും സ്ഥിരതയും മോദിക്കാലത്ത് സുശക്തമായി എന്ന അനുയായികൾ, ഭിന്നതയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം ശക്തമായ കാലമെന്ന് വിമർശകർ. രാജ്യത്തെ വികസനത്തിന്റെ അമൃതകാലത്തിലേക്ക് നയിച്ചത് മോദി എന്ന് BJP. അടിത്തട്ടിൽ നടപ്പാക്കിയ സ്വച്ഛ് ഭാരത് മുതൽ ചാന്ദ്രയാൻ 3 വരെ നേട്ടപ്പട്ടികയിൽ. പ്രധാനമന്ത്രി ജൻധൻ യോജന, ആവാസ് യോജന, കിസാൻ സമ്മാൻ നിധി, ഉജ്ജ്വല യോജന, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, നമാമി ഗംഗെ, മേക്ക് ഇൻ ഇന്ത്യ, വന്ദേ ഭാരത്, ഭാരത്മാല, സാഗർമാല, ദേശീയപാത വികസനം എന്നിവ ഉയർത്തിക്കാട്ടുന്നു. രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും വികസിച്ചത് മോദി ഭരണത്തിൽ എന്നാണ് അനുയായികൾ പറയുക. മോദി ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയതോടെ BJPയിലെ അനിഷേധ്യ ശബ്ദമായി. മോദിക്ക് പിന്നാലെ വിശ്വസ്തനായ അമിത്ഷായും BJPയുടെയും രാജ്യത്തിന്റെയും നേതൃത്വത്തിലെത്തി. മോദിയോട് എതിരിട്ട BJP നേതാക്കൾ അപ്രസക്തരായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. രാജ്യത്തിന്റെ സിംഹഭാഗവും BJP ഭരണത്തിലേക്ക് എത്തി. പ്രതിപക്ഷ കക്ഷികൾ ക്ഷയിച്ചു. മോദിക്കാലത്ത് പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതായി വ്യാപക പരാതിയുണ്ട്. ED, CBI, IT മുതലായ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമായും ആരോപണമായും നമുക്ക് മുന്നിലുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പരാതിയുണ്ട്. പ്രതിപക്ഷ ഭരണ സർക്കാരുകളെ അട്ടിമറിക്കാൻ പണമിറക്കി എന്നുമുള്ള ആരോപണങ്ങളുണ്ട്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തിലെ പ്രധാന ശക്തിയായി എന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയും റഷ്യയും അടക്കമുള്ള സൂപ്പർ പവറുകൾ ഇന്ത്യയുടെ അഭിപ്രായം തേടുന്നു എന്നും ആവർത്തിച്ച അനുയായികൾ പറയുന്നു. ആക്ട് ഈസ്റ്റ് ലുക്ക് വെസ്റ്റ് നയം മോദി നയതന്ത്രത്തിൻ്റെ സവിശേഷതയാണ്. ബ്രിക്സ്, G20 അടക്കമുള്ള ലോകവേദികളിൽ ഇന്ത്യക്ക് ലഭിക്കുന്നത് ശ്രദ്ധേയമായ സാന്നിധ്യമാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. സനീഷ്, എന്തായാലും എന്തൊക്കെ ഇപ്പോൾ സ്വാഭാവികമായും ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പം എനിക്ക് പ്രത്യയശാസ്ത്രപരമായി ധാരാളം വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷേ രാഷ്ട്ര നേതൃത്വം എന്ന നിലയ്ക്ക് അദ്ദേഹം കൃത്യമായി നരേന്ദ്രമോദി കാലം എന്ന് അടയാളപ്പെടുത്തി തന്നെ പോകുന്നു. മാത്രമല്ല വ്യക്തിജീവിതം എടുത്ത് പരിശോധിച്ചാലും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ മൗദ്ഗാഞ്ചി എന്നുള്ള സമുദായത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അത് 94-ലാണ്. പക്ഷേ OBC ആയി അദ്ദേഹം ജനിക്കുമ്പോൾ OBC ആയി അല്ല ജനിക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ കൂടി 94-ൽ അത് OBC ആയി പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വിമർശനങ്ങളൊക്കെ പലതരത്തിൽ ആളുകൾ പറയുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ മൊത്തം പട്ടിക എടുത്തു നോക്കിയാൽ ഏറ്റവും പിന്നാക്കമായ ഒരവസ്ഥയിൽ നിന്ന് വന്ന പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇപ്പോൾ ദേവഗൌഡ OBC ആണ്. പക്ഷേ ഒക്കലിക സമുദായം അവിടുത്തെ പ്രധാനപ്പെട്ട സമുദായമാണ്. അവിടുത്തെ ശ്രേണിയിൽ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ് എന്നൊക്കെയുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അതിനപ്പുറത്ത് ഒരു ചായക്കട നടത്തുന്ന വ്യക്തിയുടെ മകനായി വരുന്നു. ആ കാലത്ത് ഇപ്പോൾ വേണമെങ്കിൽ ബാലവേല എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്ത് മുന്നോട്ട് വരേണ്ടി വരുന്നു. അതിനൊക്കെ ശേഷം ആ നിലയിൽ നിന്ന് വളർന്നു വന്ന് മുതിർന്ന നേതാവായി, ലോകം ശ്രദ്ധിക്കുന്ന നേതാവായി വളർന്നിരിക്കുന്നു. സ്ഥിരതയുള്ള ഒരു ഭരണ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു, അല്ലേ?
അതെ, നിശ്ചയമായിട്ടും. അതായത് ഇതിപ്പോൾ പിറന്നാളെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ നേതാവിൻ്റെ പിറന്നാളെന്ന് വെച്ചാൽ രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ സിനിമാക്കാരൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ സിനിമാ കാര്യങ്ങളാണല്ലോ പറയുക, അതുകൊണ്ട് രാഷ്ട്രീയം പറയാതില്ലാണ്. ഞാൻ ഈ വാജ്പേയിയെ പറ്റിയുള്ളൊരു ജീവചരിത്ര പുസ്തകം സമീപകാലത്ത് വന്ന് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അഭിഷേക് ചൗധരി എഴുതിയ ബിലീവേഴ്സ് ഡിലമ എന്ന് പറയുന്ന ഈ രണ്ടാം ഭാഗത്തിൽ വാജ്പേയി അദ്ദേഹത്തിൻ്റെ സായാഹ്ന കാലത്തിലേക്ക് എത്തിയപ്പോഴേക്ക് അദ്ദേഹം കോമാ സ്റ്റേജിലായല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ എഴുതുന്നുണ്ട്. അതായത് ഡ്യൂറിങ് ദ ഇയേഴ്സ് വാജ്പേയി സ്റ്റേഡ് കൊമാറ്റോസ് ഓർ ടേൺഡ് ഇൻ ടു എ അത് നോക്കണ്ട, അത് കുറച്ചൊരു ഡെറഗേറ്ററി ആയിട്ടുള്ള പ്രയോഗം അവിടെ നടക്കട്ടെ. അതിങ്ങനെയാണ്: ഓർ ടേൺഡ് ഇൻ ടു എ വെജിറ്റബിൾ ആസ് ദ റെയർ ഹെയ്റ്റർ പുട്ട് ഇറ്റ്. അദ്ദേഹം കോമാ സ്റ്റേജിലെത്തിയപ്പോൾ മോഡി reinvented himself as an efficient, business-friendly administrator. He hired an American PR firm to rebrand his image. He improved his speech delivery. His facial skin radiated a new glow. His hairline, receding for a while, returned in a firm V shape. അദ്ദേഹം പുതിയതായിട്ട് അദ്ദേഹത്തെ മാറ്റി എന്നാണ് പറയുന്നത്. അതായത് നരേന്ദ്രമോദിയിൽ ഞാൻ കാണുന്ന വളരെ പോസിറ്റീവായിട്ടൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്: അദ്ദേഹം എന്താണോ അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി. എന്നാൽ അതേസമയം മാറിയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു. അതായത് അവനവനെ വല്ലാത്ത തോതിൽ റീബ്രാൻഡ് ചെയ്തു, എന്നാൽ അടിയുറച്ച് പ്രത്യയശാസ്ത്രം നിൽക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു. എത്രയേറെ നാഴികക്കുറ്റികൾ, എത്രയോ വമ്പൻ തീരുമാനങ്ങൾ, ചരിത്രപരമായ ദശാസന്ധികൾ മോദിക്കാലത്ത് രാജ്യം പിന്നിട്ടു. രാജ്യത്തിൻ്റെ സാമൂഹിക ചിത്രം എത്രമേൽ മാറി മറിഞ്ഞു. രാഷ്ട്രതന്ത്രത്തിൻ്റെയും രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെയും മഹാപുരോഹിതനായി ഒരേ സമയം വാഴ്ത്തപ്പെടുന്ന പാരഡോക്സാണ് മോദി എന്ന പ്രതിഭാസം. മോദിയുടെ ഊർജ്ജസ്വലതയ്ക്ക് മുന്നിൽ പ്രായം വെറും അക്കങ്ങളാണെന്ന് അനുയായികൾ പറയുന്നു. 75-ാം വയസ്സിൽ വിരമിച്ച് പുതിയവർക്ക് വഴിമാറണമെന്ന മാതൃസംഘടന RSSന്റെ നിർദ്ദേശം മഹാരഥന്മാരായ മുന്നേതാക്കൾക്കെല്ലാം ബാധകമായിരുന്നു. മോദിയും ഇതേ പ്രായത്തിൽ ആ കടമ്പയ്ക്കൽ എത്തി നിൽക്കുകയാണ്. അംഗത്തിന് ഇനിയും ബാല്യം ബാക്കി എന്ന വാഴ്ത്തും വഴിമാറി വഴികാട്ടിയാവണമെന്ന നിർദ്ദേശവും മോദിക്ക് മുന്നിൽ ഒരുപോലെ ഉയരുന്ന പിറന്നാൾ കൂടിയാണിത്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം, അല്ലേ? ഒരു ന്യൂസ് മലയാളത്തിന്റെ പിറന്നാൾ ആശംസകൾ നരേന്ദ്രമോദിക്ക്, പ്രധാനമന്ത്രിക്ക്.